എല്ലാവർക്കും ഹാപ്പി വിഷു. എൻ്റെ ഒരു ധാരണ, ഈ എൻ്റെ ചെറിയ പനി റിക്കവേർഡായി എന്നുള്ള ധാരണയായിരുന്നു. അതിനുശേഷം ഒരു വലിയ യാത്ര നടത്തേണ്ടി വന്നു. അപ്പം ഈ പറയുന്ന പോലെ അത് റിക്കവേർഡ് ആയില്ല. പിന്നെ രാവിലെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒബ്സർവേഷനിലായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് പല ചെക്കിങ് എല്ലാം കഴിഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല, ഫീവർ തന്നെയാണ്. പ്രോപ്പറായിട്ട് മെഡിക്കേഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം അതാണ് 2 ദിവസം വീഡിയോ ഉണ്ടാകാതിരുന്നതിൻ്റെ ഒരു കാരണം. നല്ല ചുമയായിരുന്നു, അതിൻ്റെ പേരിലാണ്. ഇപ്പോഴത്തെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളം ആകമാനം അതേപോലെ തന്നെ ഇന്ത്യയിലും ഡൽഹിയിലുള്ള കനാട്ട് പ്ലേസിനടുത്തുള്ള ഗോൾഡാഖാന ചർച്ച് ആണ്. ഈ ചർച്ച് ഞാനും പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടിയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസിൻ്റെ നേതാക്കളും സീനിയർ ലീഡേഴ്സും ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസിനെ അതേപോലെ തന്നെ മോദി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെയും അവിടെ നടക്കുന്ന എല്ലാ വർഷവും നടക്കുന്ന കുരിശിൻ്റെ യാത്ര അതേപോലെ തന്നെ ഓശാന രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ആ ദിവസം ഞായറാഴ്ച 2 മണിക്ക് ശേഷമാണ് ഈ പ്രൊസഷൻ നടക്കുന്നത്. അപ്പോൾ ബേസിക്കലി അതുമായി ബന്ധപ്പെട്ട് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവും അതേപോലെ ജോർജ് കുര്യനും കൊടുത്ത മറുപടിയും ശരിയായില്ല. എനിക്ക് തോന്നുന്നു അവർക്ക് ഇതിനെപ്പറ്റി പ്രോപ്പർ വിവരങ്ങളും കാര്യങ്ങളും അറിയത്തില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് എയറിൽ വളരെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്. എന്താണ് സംഭവം, എന്താണ് ഡൽഹി പോലീസ് ഇവർക്ക് പ്രദക്ഷിണം നടത്തുവാൻ വേണ്ടി അനുവാദം കൊടുക്കാതിരുന്നത്? എനിക്ക് തോന്നുന്നു ഇവരെ 2 പേരെക്കാളും കൂടുതൽ ഡൽഹിയിൽ ജീവിച്ച ഞാൻ ഏകദേശം 30 വർഷമായി ഡൽഹിയിലായിട്ട് എൻ്റെ ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്നതിനേക്കാളും എനിക്ക് ആധികാരികമായിട്ട് പലതും പറയുവാൻ സാധിക്കും. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഈ ന്യൂഡൽഹി എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റി, അതായത് അത് ന്യൂഡൽഹി ഉണ്ടാക്കിയെടുത്താണ് ബ്രിട്ടീഷുകാർ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഓൾഡ് ഡൽഹിയാണ് പഴയ മുഗളന്മാരും മറ്റുള്ള അതിൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റി, അതിൻ്റെ പവർ ബന്ധപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവിടുന്ന് എന്തുകൊണ്ടാണ് ആ ക്യാപിറ്റൽ സിറ്റി പുതിയതായിട്ട് ന്യൂഡൽഹി എന്ന് പറഞ്ഞ സ്പേസ് എടുത്ത് ചെയ്തത്? അതിനൊരു കാര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഓൾഡ് ഡൽഹി എന്ന് പറയുന്ന ഹൈലി മുസ്ലിം പോപ്പുലേറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് 1947 വന്നപ്പോൾ കുറച്ച് പേര് പോയി. പക്ഷേ എന്നാൽ തന്നെ അവിടെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരാണ് താമസിക്കുന്നത്. ജുമാ മസ്ജിദ് ഉണ്ട് അതിന് ചുറ്റും. ഈ പ്രദക്ഷിണം നടക്കേണ്ടത് ഓൾഡ് ഡൽഹി സെൻറ്റ് മേരീസ് ചർച്ചിൽ നിന്നാണ്. ഈ സെൻറ്റ് മേരീസ് ചർച്ചിന് ഒരു ചരിത്രമുണ്ട്. അതായത് പണ്ട് ഇത് ഇറ്റാലിയൻ രീതിയിലുണ്ടാക്കിയ ഒരു ചർച്ചാണ്. മുഗളന്മാർ ഈ ചർച്ച് അതിന് ബീഗം സുമ എന്നൊരു പേരങ്ങ് വെച്ചു. ആ ചർച്ച ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കിയ ചർച്ച അത് കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല. ആ സെൻറ്റ് മേരീസ് ചർച്ച്. അപ്പോൾ അവിടെയുള്ള സെൻറ്റ് മേരീസ് ചർച്ചിൽ നിന്ന് ന്യൂഡൽഹിയിലുള്ള ഗോൾഡാഖാന ചർച്ചിലോട്ട് വരാൻ 6.5 കിലോമീറ്റർ ഉണ്ട്. ഈ 6.5 കിലോമീറ്റർ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് ഏകദേശം 4 പരം മുസ്ലിം മോസ്കുകളുടെ സൈഡിൽ കൂടാണ് ഈ പ്രൊസഷൻ വരുന്നത്. ഈ ഓൾഡ് ഡൽഹിയിൽ, അതായത് പഴയ ഡൽഹിയിൽ, ഈ ചർച്ചുമായി തൊട്ടടുത്തുള്ള മുസ്ലിം കോളനികൾ കഴിഞ്ഞ 50 വർഷം എടുക്കുകയാണെങ്കിൽ 48 റയറ്റ്സ് നടന്ന സ്ഥലമാണ്. റയറ്റ്സ് കഴിഞ്ഞാൽ കലാപം നടന്ന സ്ഥലം. അപ്പം എത്ര പേർക്ക് ഇത് കേൾക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ചരിത്രം? അതും എനിക്കറിയത്തില്ല. അപ്പം അത് വളരെ ഇടുങ്ങിയ രീതിയിലാണ് അവർ താമസിക്കുന്ന പോക്കറ്റ്സ് എന്ന് പറയാൻ. അപ്പം അതുവഴി പണ്ട് രാംനവമി യാത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം പൂർണ്ണമായിട്ട് ബാൻ ചെയ്തു. കാരണം ഏത് സമയത്തും വരുമ്പോഴായി മേളിൽ നിന്ന് പെട്രോൾ ബോംബ് എറിയുക,
കത്തി എറിയുക, പെട്രോള് മണ്ണെണ്ണ കുപ്പിയിലാക്കിയിട്ട് തീ കത്തിയിട്ട് അതെടുത്ത് എറിയുക. അതുമല്ല, ഇത് കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കാണ് ഈ സ്ഥലം. ഞാൻ ഈ പറയുന്ന ചർച്ചുമായിട്ട് ഈ പൊസഷൻ നടക്കുന്ന റോഡെന്ന് പറയുന്നത് ഹൈലി സെൻസിറ്റീവ്. അത് കഴിഞ്ഞിട്ട് അത് ജുമാ മസ്ജിദിൻ്റെ മുമ്പിൽ കൂടെ ദരിയാഗഞ്ച് വഴി കയറിയിട്ട് ITO വന്നിട്ട് ITO നിന്നാണ് ഇത് ന്യൂഡൽഹിയിലോട്ട് ഇത് കയറുന്നത്. അതായത് അംബേദ്കർ സ്റ്റേഡിയം വഴി കയറിയിട്ടാണ് ഇത് ന്യൂഡൽഹി കയറുന്നത്. അപ്പം രാജീവ് പറയുന്നു, അതായത് BJP പ്രസിഡന്റ് പറയുന്നു ഹനുമാൻ ചാലീസ നിർത്തലായി, അത് വേണ്ട എന്ന് വെച്ചു. ഇനി മറ്റൊരു കാര്യം, ഇതൊക്കെ കോൺഗ്രസ് നേതാക്കൾക്ക് ഈ CPM മുഖ്യമന്ത്രിക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയത്തുന്നുമില്ല. കാരണം അയാൾ ഈ പറയുന്ന പ്രോപ്പർ സ്റ്റഡി ഒന്നും പോയി ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്സിന് വേണ്ടി പറയുന്നത്. ഈ സിഖ് ഇഷ്യൂ ഉണ്ടായ സമയത്ത്, അതായത് ഡൽഹിയിൽ എപ്പോഴും ബോംബ് ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് ഏകദേശം 18 or 16 പ്രാവശ്യം, അത് വളരെ വർഷം നീണ്ടു നിന്ന സംഭവമാണ് ഈ സിഖ് ഇഷ്യൂ എന്ന് പറയുന്നത്, പഞ്ചാബ് ഇൻസർജൻസി എന്ന് പറയുന്നത്. കാരണം ഡൽഹിയുടെ ബോർഡറാണ് ഈ പഞ്ചാബ്, ഡൽഹിക്കകത്ത് ഇഷ്ടം പോലെ പഞ്ചാബികളുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ എത്രയോ പ്രാവശ്യം നിർത്തിവെച്ചിട്ടുണ്ട് ഈ പറയുന്ന ഈ പ്രദക്ഷിണം. അതായത് ഇപ്പോൾ ഒരു പൊളിറ്റിക്സിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു വൃത്തികെട്ട അലിഗേഷൻ. ഞാനൊരു കാര്യം പറയാം, ഈ ഡൽഹി എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയാണ്. പക്ഷേ ഈ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സമാധാനമായിട്ട് പോകുന്ന സിറ്റി അല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം എലക്ട് ചെയ്ത് ഡൽഹിയിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഒരു കലാപം നടന്ന് 76 പേരാണ് മരിച്ചത്. കാരണം ഡൽഹിയിൽ എപ്പോഴും കലാപം ഉണ്ടാവും, അതതിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓൾഡ് ഡൽഹിയുടെ ഭാഗത്ത് സ്ഥിരമുള്ളതാണ് ഈ സംഭവം. കാരണം സ്ഥിരമായിട്ട് ഞാൻ പോകുന്ന സ്ഥലമാണ്. കാരണം അവിടെ 1947 ശേഷം കുറച്ച് ഹിന്ദുക്കൾ വന്നു എന്നല്ലാതെ അവിടെ ഇപ്പോഴും ആ പഴയ രീതിയിൽ ഒരു ആൻറ്റി ഇന്ത്യ, ആൻറ്റി BJP, ആൻറ്റി മോദി എന്നും പറഞ്ഞ് കഴിയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ്സിന് നല്ല വോട്ട് ബാങ്ക് ഉള്ള സ്ഥലമാണ് ഈ പോക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഇപ്പം ഏതെങ്കിലും രീതിയിൽ ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്ത് ഉപദ്രവിക്കുക, അടിക്കുക എന്ന് ഡൽഹി സിറ്റിക്കകത്ത് നടക്കുന്നു. പെട്ടെന്ന് പോകുന്ന അഗേൻസ്റ്റ് BJP ആണ്, മോദിക്കെതിരെ പോകും. അത് ഗ്ലോബലായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ആ ഒരു സംഭവം ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ഞാൻ പറയാം. ഈ തവറുൾ റാണ എന്ന് പറയുന്ന ആള് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബേസിക്കലി ബോംബെ അറ്റാക്ക് കംപ്ലീറ്റ് ആ കേസ് റീഓപ്പൺ ചെയ്യൂ. അപ്പം എനിക്കതിൻ്റെ കൃത്യമായിട്ട് പല ആൾക്കാരും പറഞ്ഞു, പല കോൺഗ്രസ് നേതാക്കളും ഭയന്നിരിക്കുക. കാരണം പലർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അപ്പം ഇതെങ്ങനെങ്കിലും അറ്റൻഷൻ മാറ്റുക എന്നുള്ളത് ഇവിടുത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ ഏറ്റവും വലിയ ആവശ്യമുള്ള ഘടകമാണ്. അപ്പം അതിന് ഈ പറയുന്ന കുരിശിൻ്റെ യാത്രയാണെങ്കിലും ഓശാനയാണെങ്കിലും അതിനെതിരെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ വീടുകളുടെ മുകളിൽ നിന്ന് പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ അല്ലെങ്കിൽ തീ സംഭവമോ, കാരണം ഇപ്പോൾ ഇവിടെ ഒരു സമ്മറിൻ്റെ ടൈമാണ് ഡൽഹിയിൽ, ഇതെടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉണ്ടാകുന്ന സംഭവം എന്തുവാ? അവിടെ പോലീസ് ലാത്തി ചാർജ് വരും, പ്രശ്നമാകും, അവിടെ കയറി ഫയറിങ് ആവും. അപ്പോൾ ആ ഒരു സംഭവം സൃഷ്ടിച്ചെടുക്കുക എന്നത് പൊളിറ്റിക്സിനകത്ത് എപ്പോഴും പൊളിറ്റിക്കൽ പാർട്ടീസ് ഉദ്ദേശിക്കുന്ന സംഭവമാണ്. കാരണം പെട്ടെന്ന് ഗവൺമെൻറ്റിനെ ബ്ലെയിം ചെയ്യാൻ പറ്റിയൊരു സംഭവം. ഒന്നാമത് ഇവിടെ ഹിന്ദു പാർട്ടിയായ BJP, അതായത് റൈറ്റ് വിങ് പാർട്ടിയായ BJP ഇന്ത്യയിലെ മൈനോറിറ്റിക്കെതിരാണ്. അത് സ്റ്റാമ്പ് ചെയ്യാൻ കോൺഗ്രസ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. കാരണം വഖഫുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ചർച്ചയിൽ മുഴുവനും കോൺഗ്രസ് പാർട്ടി നേതാക്കൾ പറഞ്ഞ മണിപ്പൂർ ഇഷ്യൂ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ഇഷ്യൂവാണ് പറഞ്ഞത്. വഖഫിന്റെ യഥാർത്ഥ പോയിന്റിലോട്ട് എത്ര പേരെ പ്രസംഗിച്ച്? ആരും പ്രസംഗിച്ചില്ല. ഇപ്പം ഏതെങ്കിലും രീതിയിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അതുമായി ബന്ധപ്പെട്ട് ഗ്ലോബലായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെടുക്കുക. അത് കോൺഗ്രസ് ഭയങ്കര ശ്രമം നടത്തുന്നുണ്ട്. CPM എന്ന് പറഞ്ഞൊരു യൂസ്ലെസ് പാർട്ടിയെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അവരും അതൊന്നും ഏറ്റെടുത്തു.
പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല. ഡൽഹി എന്ന് പറയുന്ന സിറ്റിക്കകത്ത് കലാപം ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന്. ഡൽഹിയുടെ ഡെമോഗ്രഫിയും ജോഗ്രഫിയും അങ്ങനെയാണ് ഈ സംഭവം പണ്ട് മുതൽ. അതിൻ്റെ പേരിലാണ് ബ്രിട്ടീഷുകാരും വളരെ ബുദ്ധിപൂർവ്വം ഈ പറയുന്ന ന്യൂഡൽഹി എന്ന് പറഞ്ഞ പവർ അത് മുസ്ലിം മെജോറിറ്റിയിൽ നിന്നും പുതിയ സിറ്റി ഉണ്ടാക്കി മാറ്റിയിട്ട് അങ്ങോട്ട് മാറ്റിയത്. ഇതാണ് അതിൻ്റെ റീസൺ. അത് ചരിത്രം നോക്കിയാൽ അതറിയാൻ സാധിക്കും. കാരണം എപ്പോഴും ഇഷ്യൂ ഉണ്ടാകും. നിങ്ങൾക്കറിയാം, ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നത് മുഷീറാബാദിലുണ്ടായത്, ഈ ബംഗാളിൽ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം, ഇപ്പം എന്തുകൊണ്ടാണ് അതിന് സാങ്ഷൻ? ഇത് മാത്രമൊന്നുമല്ല, അവിടെ ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുള്ള ഈ സിഖുകാരുടെ, കാരണം 2 ഗുരുദ്വാരയുണ്ട് ന്യൂഡൽഹിക്കകത്ത്. ഗുരു രഖബ്ഗഞ്ച് ഉണ്ട്, പിന്നെ അപ്പുറത്തുമുണ്ട് പ്രധാനപ്പെട്ട 2 ഗുരുദ്വാരം. അപ്പോൾ ഈ ഗുരുക്കന്മാരുടെ പല സെലിബ്രേഷൻ, അതായത് അവരുടെ ജന്മ സമയത്ത് അവർ മാട്ടിയോടും ആ ഡേയിലൊക്കെ അവിടെ വലിയ യാത്രയും സംഭവമൊക്കെ ഉണ്ടാകാറുണ്ട് സിഖുകാരുടെ. അത് ഡൽഹി പോലീസ് പലപ്പോഴും പെർമിഷൻ കൊടുക്കത്തില്ല. കാരണം ഒന്നാമത് മനസ്സിലാക്കുക, നമ്മൾ ട്രാഫിക്കിൻ്റെ കാര്യമുണ്ട്. കാരണം ഇത് വരുന്ന ഭയങ്കര ട്രാഫിക് ഏറിയ കൂടാണ്. അതിൻ്റെ കാര്യം മിണ്ടുന്നേ ഇല്ല, ഞാൻ അതിനെപ്പറ്റി ഇപ്പോൾ പറയുന്നേ ഇല്ല. ഇത് വരുന്ന വളരെ ഹൈലി സെൻസിറ്റീവ് ഏറിയ കൂടാണ് ഇപ്പോൾ ഈ കുരിശിൻ്റെ വഴി വരുന്ന യാത്ര. ഇതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നില്ലെങ്കിൽ അവിടെ പോലീസ് ജുമാ മസ്ജിദിൽ കയറി എന്ന് പറയും, മസ്ജിദിൽ കയറി എന്ന് പറയും, ഈ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയും. ഇത് മുഴുവനും പിക്ചർ മാറ്റിയെടുക്കാൻ ഒരു ഗവൺമെൻറ്, ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് അവരെന്ത് ചെയ്യും? പലതിനും സാങ്ഷൻ കൊടുക്കത്തില്ല. ഇതാണ് അതിൻ്റെ ഇഷ്യൂ. ഇതാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യാൻ അനുവദിക്കരുത്. നമ്മൾ കൽക്കട്ടയെ കണ്ട് എസ്കലേറ്റ് ചെയ്ത് പോയി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ഡൽഹിയിലും പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസാനം ഫയറിങ് അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. സ്ഥിരം ഫയറിംഗ് ഉള്ള സ്ഥലമായിരുന്നു ഒരു സമയത്ത് ഡൽഹി. സ്ഥിരം ബോംബ് പൊട്ടുന്ന സ്ഥലമായിരുന്നു ഡൽഹിയിൽ. ഇപ്പോൾ ബോംബ് പൊട്ടാത്തതുകൊണ്ട് പല ആൾക്കാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഫയറിങ് നടക്കാവുന്ന സാറ്റിസ്ഫാക്ഷൻ ഇല്ല, റൈറ്റ് ഇല്ല. അപ്പം അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എന്നല്ലാതെ സെക്യൂരിറ്റി റീസൺസിൻ്റെ പേരിൽ അതിന് സാങ്ഷൻ കൊടുക്കാത്ത സംഭവത്തെ പൂർണ്ണമായിട്ടും എൻഡോസ് ചെയ്യുന്നു. ഡൽഹി പോലീസ് കാണിച്ചും കേന്ദ്ര സർക്കാർ കാണിച്ചതും ശരിയായ നടപടി തന്നെയാണ്. കാരണം ഈ തവറുള്ള റാണയുമായിട്ടുള്ള ഇഷ്യൂവിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ധാരണയിലാണ് ഇപ്പോഴും ഡൽഹി പോലീസ്. കാരണം മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, അൺഡിക്ലെയർഡ് കർഫ്യൂ ആണ് ഡൽഹിയിലുള്ളത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. കാരണം ഈ റാണയുമായിട്ടുള്ള ഇഷ്യൂ. കാരണം പല ആൾക്കാരും, പല പൊളിറ്റിക്കൽ ലീഡേഴ്സും എങ്ങനെയാണ് അവരുടെ ഫ്യൂച്ചറെന്ന് പോലും അൺസർട്ടനിറ്റിയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇതേപോലെ ഇഷ്യൂ ഉണ്ടാക്കി അത് ഫർദർ ക്രിസ്ത്യാനികൾക്കെതിരെ തിരിച്ചുവിടാൻ വേണ്ടി ഇവിടുത്തെ ഒപ്പോസിഷൻ പാർട്ടിയും ചില വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ ഗെയിമിന് എതിരായിട്ട് സാങ്ഷൻ കൊടുക്കാത്തത്, അതായത് പെർമിഷൻ കൊടുക്കാത്തത് ഏറ്റവും നല്ല നടപടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നിങ്ങൾക്കറിയാം, ഏകദേശം 2-3 ആഴ്ചയായിട്ട് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതായത് എക്സ്പാൻഷൻ പരിപാടിയുണ്ട്, അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, ആൾക്കാർ ചെറുതും വലുതുമായിട്ടുള്ള അവർ വലിയ രീതിയിലാണ്, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും വളരെയധികം ആണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് വാക്ക് പാലിച്ചതിൻ്റെ പേരിൽ, നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ തമിഴ് സ്റ്റാർട്ട് ചെയ്തു, ഇംഗ്ലീഷും സ്റ്റാർട്ട് ചെയ്തു പാർഷ്യലി. ഏകദേശം 8ഓളം പേരെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ അത് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഇംഗ്ലീഷും സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് വേറെ ന്യൂസ് ആങ്കേഴ്സും ന്യൂസ് പ്രസൻറ്റേഴ്സും ഒക്കെ ഉണ്ടാകും. ഇനി മലയാളത്തിലും ഉണ്ടാകും. അതിൻ്റെ ട്രെയിനിങ്ങിന് ആളെ എടുക്കണം. പിന്നെ ഹിന്ദി അടുത്ത മാസത്തോടു കൂടി ഹിന്ദി സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ബംഗാളി, കാരണം ഞാൻ കേരളത്തിനേക്കാളും കുറച്ച് പോപ്പുലർ ബംഗാളിലായി ശാരദ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് ബംഗാളിൽ സ്റ്റാർട്ട് ചെയ്യും. വരാൻ പോകുന്ന 2-3 മാസത്തിനുള്ളിൽ ഏകദേശം 6-7ഓളം, ഇൻക്ലൂഡിങ് കന്നഡ ഉൾപ്പെടെ, തെലുങ്ക് ഉൾപ്പെടെ, മറാഠ ഇതുൾപ്പെടെ ഭാഷകളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടന്റും വീഡിയോകളും വ്യത്യസ്തമായ ഭാഷകളിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും.
സഹകരിച്ച എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറയുവാൻ വാക്കുകളില്ല. ഇതിൻ്റെ താഴെ എവിടെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഉണ്ട്. വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുന്നു.